എന്നാ ഒരു ഭംഗിയാണല്ലേ ഈ വാഗമൺ. അതെ, ഞാൻ വാഗമണ്ണിലാണേ. വാഗമണ്ണ് വളരെ മനോഹരമാണ്, നല്ല സുന്ദരിയാണ്. ഇവിടെ നമ്മള് പ്രധാനപ്പെട്ട കുറെ മലകളുണ്ട്. അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട മലയാണ്, ഉയരം കൂടിയ മലയാണ് തങ്ങൾപ്പാറ. തങ്ങൾപ്പാറ എന്ന് പറയുന്നത് വളരെ മുസ്ലിം മതവിശ്വാസ പ്രകാരം വളരെ പ്രത്യേകതയുള്ള, അതോടൊപ്പം തന്നെ വളരെ എന്താ പറയാ, നമുക്ക് കാണാനും ആസ്വദിക്കാനും അതിനകത്ത് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ദേ ആ കാണുന്ന മലയ്ക്കപ്പുറമുള്ള തങ്ങൾപ്പാറയിലേക്ക് പോവുകയാണ്. കാഴ്ചകൾ കാണാം, വിശേഷങ്ങൾ അറിയാം. വാ. നമ്മള് തങ്ങൾപ്പാറയിലേക്കുള്ള നടപ്പാതയിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലത്താണ്. നല്ല കാറ്റ്, നിങ്ങൾക്കത് അനുഭവവേദി ആവുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല. ഒരു സൈഡില് ഏന്തയാർ അങ്ങ് താഴെ കാണാം, മറ്റൊരു സൈഡില് വാഗമണ്ണ് കാണാം. അപ്പോഴേ നിങ്ങൾക്കും ഇതിന്റെ സൗന്ദര്യമൊക്കെ അങ്ങോട്ട് ആസ്വദിച്ചേ, കണ്ടേ, ഇതൊക്കെ ഒന്ന് കണ്ടേ. ഈ പാറയ്ക്ക് അപ്പുറത്തായിരിക്കാം തങ്ങൾപ്പാറ എന്നുള്ള വിശ്വാസമാണ് കേട്ടോ. നമ്മളിങ്ങനെ നടക്കാൻ ഏറെയുണ്ട്, എന്നാലും സാരമില്ല, നമുക്ക് ആ തങ്ങൾപ്പാറ കാണാനുള്ള ഒരു ആഗ്രഹമേ. ഓക്കെ, നമ്മള് ചെറിയൊരു മല താണ്ടി അടുത്ത മല കയറാൻ പോവാണേ. ഇവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇതുവഴി പെട്ടെന്ന് ഒരു ജീപ്പിനൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടേക്ക് സാധനങ്ങൾ എത്തിക്കായിരിക്കും. പക്ഷെ അവിടെ വരെ ചെല്ലത്തില്ല, ഒരു പകുതി ഡിസ്റ്റൻസ് വരെയൊക്കെ അതും ചെല്ലുള്ളൂ. മാത്രമല്ല ഇവിടെ അങ്ങനെ വണ്ടികളൊന്നും കയറ്റാൻ പാടില്ല, അങ്ങനെ കയറ്റത്തുമില്ല. അപ്പം ഇത്രയും ഭാഗത്ത് എന്തായാലും കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അത് വെച്ചാൽ നമുക്കൊരു കുറച്ചൊരു ആശ്വാസമാണ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ആ പാറ കണ്ടെത്തിയിരിക്കുന്നു. നോക്കൂ, അതാണ് തങ്ങൾപ്പാറ കേട്ടോ. അപ്പം ആ തങ്ങൾപ്പാറ ആണ് നമ്മൾ ഇത്രയും നേരം അത് കാണാനുള്ള ആഗ്രഹത്തിലാണ്. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ പോയി കാണാം അല്ലേ. എൻ്റെ കൂടെ മറ്റാരുമല്ല, ഈ തങ്ങൾപ്പാറയിലെ ഏറ്റവും ആദരണീയനായ ഉസ്താദ് നമ്മുടെ അഫ്സൽ സഖാഫി. സോ അതെ, ഈ തങ്ങൾപ്പാറയുടെ ഒരു ചരിത്രം എന്താണ്, അതിൻ്റെ ഐതിഹ്യം എന്താണ്, വിശ്വാസം എന്താണ്? തങ്ങൾപ്പാറയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു അവര് 775 വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഇബാദത്തിലായി ധ്യാനത്തിലായിട്ടിരുന്ന സ്ഥലം. അത് തങ്ങൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു ഉപയോഗിച്ച കല്ലാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന പാറയാണ്. അതുകൊണ്ട് ആ തങ്ങൾപ്പാറ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അവരുപയോഗിച്ച വെള്ളങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ ശരിക്കും അദ്ദേഹം സൂഫി വൈദ്യനായിരുന്നു, എങ്ങനെയായിരുന്നു? സൂഫിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ജനനം, ഒരു കാലഘട്ടം, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 569, അഥവാ AD 1200 ഷഅബാൻ 29. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ അഫ്ഗാനിസ്ഥാനിലാണ് ജനനം. ചെങ്കിസ് ഖാന്റെ ടൈമാണ്. അതുപോലെ തന്നെ 4-ാമത്തെ വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനപ്പാടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 വർഷം ഉമ്മയുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 12 വർഷം കൂടി പഠിക്കുന്നുണ്ട്. ദീനിയായ പഠനങ്ങൾ നടത്തുന്നുണ്ട്, മതപരമായി പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സുൽത്താനുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഖാജ ഗരീബ് നവാസ് മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ വളർത്തുമകനുണ്ട്, അഥവാ ഖലീഫയായിട്ട് ഡൽഹിയിലെ ഖുതുബുദ്ദീൻ ബഖ്തിയാർക്കാക്കി അവരെ ശിഷ്യത്വം സ്വീകരിക്കുന്നുണ്ട്. അഥവാ ത്വരീഖത്ത് ആത്മീയ സരണിയിൽ അവരിലൂടെയാണ് പ്രവേശിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വളർച്ചയും അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ലോകം ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട്.
ഈ ഉസ്താദ് ശരിക്കും ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം ഉത്തരേന്ത്യൻ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യവും അഥവാ ജനിച്ചത് അഫ്ഗാനിലാണെങ്കിലും ചെങ്കിസ് ഖാൻ മധ്യേഷ്യയിൽ പടയോട്ടം നടത്തിയ സമയത്ത് പിന്നെ അവിടെ നിന്ന് വല്യപ്പന്മാരായിട്ട് അഥവാ പരമ്പരയായിട്ട് രാജകുടുംബമായിരുന്നു. അവർ മൊത്തത്തിൽ പലായനം ചെയ്ത് പഴയ ഇന്ത്യ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ മുൾട്ടാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് എത്തുന്നതും അവിടെയാണ് അടുത്ത രാജവംശം ഭരണം സ്ഥാപിക്കുന്നതും. പിന്നെ പഠനവും വളർച്ചയൊക്കെ ആ പാകിസ്ഥാനും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലായിരുന്നു. അതുകൊണ്ടാണ് അജ്മീറിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ എത്തുന്നത്. അവിടേക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക്, തെക്കേ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും? മൊത്തത്തിൽ ലോകം ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ എത്തുന്നിടത്തൊക്കെ ആളുകൾ കൂടുമായിരുന്നു. ഈ കൂടുന്ന സമയത്ത് ഒരുപാട് കൂടുമ്പോൾ വിവാദത്തിന് അല്ലെങ്കിൽ ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതുകൊണ്ട് മാറി മാറി വരുമായിരുന്നു. അങ്ങനെ ആ മാറ്റത്തിനിടയിലാണ് ഏകാന്തവാസം. ഒറ്റയ്ക്കിരുന്ന് സന്യാസം പോലെ ഒറ്റയ്ക്കിരുന്ന് ആരാധനകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഗമണ്ണിലെ ആരും ഇല്ലാത്ത ഈ മലമുകളിലെത്തുന്നത്. ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പല ഭാഗത്തും ഈ ഫരീദ് ബല്ലിലാഹി ഇവിടെ ധ്യാനത്തിൽ ഇരുന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ഒത്തിരി സ്ഥലങ്ങളിലുണ്ട്. കാഞ്ഞിരമറ്റം കാണാൻ പറ്റും, ഈരാറ്റുപേട്ട കാണാൻ പറ്റും, കൊല്ലം സിയാറത്തുംകൂടെ കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിന്റെ പുറത്തും ഉണ്ട്. അഥവാ ആസാമിലെ ജലശ്വറുണ്ട്, പാകിസ്ഥാന്റെ പല ഭാഗങ്ങളുണ്ട്, നോർത്ത് ഇന്ത്യന്റെ ഭാഗങ്ങളുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ട്. ഈവൻ നമ്മുടെ പൊന്നാനിയിലെ തോട്ടുങ്ങൽ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളി ഇവരെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓ ശരി ശരി. അദ്ദേഹത്തിന്റെ ഒരു മരണം എങ്ങനെയായിരുന്നു? ഇവിടെ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ, ഇവിടെ തെക്കേന്ത്യയിലാണോ അദ്ദേഹം മരണപ്പെട്ടത്? അല്ല, തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് പ്രബല അഭിപ്രായം. ഓ ശരി. പാകിസ്ഥാനിൽ തന്നെ എത്തിയിട്ടുണ്ട്. തിരിച്ച് തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. മരണവും കാര്യങ്ങളൊക്കെ അവിടെയാണെന്ന് അറിയപ്പെടും. പിന്നെ ഒരു സൂചകമായിട്ട് അഥവാ അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ സ്മാരകങ്ങൾ അല്ലെങ്കിൽ കപ്പുകളുടെ രൂപത്തിലാണ് കാണുന്നത് എവിടെ ഇരുന്നാലും. അതിന് പല അടിസ്ഥാനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ അദ്ദേഹം ഇവിടെ വന്നതിന്റെ അദ്ദേഹം വന്നിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം രേഖപ്പെടുത്തിയ പുസ്തകങ്ങളോ അതിനെക്കുറിച്ചോ ഒക്കെ അതിന്റെ മൗലിക അഥവാ അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന ചെറിയൊരു ഗ്രന്ഥം മാത്രമേ ഉള്ളൂ. ഒരു ശ്രേഷ്ഠ ആചാര്യൻ, മുസ്ലിം ശ്രേഷ്ഠ ആചാര്യൻ, അദ്ദേഹത്തിന്റെ ഏതോ പുസ്തകങ്ങളിൽ എന്തോ ഈരാറ്റുപേട്ട അവിടെ എന്തോ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതാണ് ഈ മൗലിദ് എന്ന് പറയും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ പറയുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ട്. ഈരാറ്റുപേട്ടയും കാഞ്ഞിരമറ്റും അങ്ങനെ പല സ്ഥലങ്ങളിൽ ആ ചരിത്രം മൗലിദ് കിതാബിൽ അത് പറയുന്നുണ്ട്. ഈ അദ്ദേഹത്തിന്റെ ഇവിടെ വന്ന സമയത്തെ എന്തെങ്കിലും ഈ നാടുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കഥകളോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ജനങ്ങളില്ല. ഇവിടെ അഥവാ വാഗമൺ, കുട്ടിക്കാനം, ഏലപ്പാറ ഏരിയയിൽ ജനങ്ങൾ വരുന്നത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ടാണ്. ബ്രിട്ടീഷുകാർ വരുന്നത് വന്നു പോയിട്ട് ഏകദേശം ഇത്ര കാലം 100 വർഷത്തിനപ്പുറമായിട്ടില്ല. അപ്പൊ 1800 ശേഷമാണ് ബ്രിട്ടീഷുകാർ വരുന്നത്. അതിന് മുമ്പ് ഫ്രഞ്ച് ഡച്ചൊക്കെ വരുന്നത് അതിനു മുമ്പ് AD 1200, 780, 775 വർഷങ്ങൾക്ക് മുന്നെയാണ് വരുന്നത്. ആ കാലഘട്ടത്തിൽ ഇവിടെ ആരും ഇല്ല. ഏകാന്തവാസത്തിന് വന്നു പറയാൻ കാരണം തങ്ങൾപ്പാറ, അതിനൊരു മക്കാം നമ്മൾ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പം പാറയുടെ ഒരു എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് അതെങ്ങനെയാണ് ഇരിക്കുന്നത്? പാറ എന്ന് പറഞ്ഞ ഒരു കോഴിമുട്ടയുടെ മേലെ വേറൊരു കോഴിമുട്ട കയറ്റി വെച്ച പ്രതീതി എങ്ങനെയാണോ ആ രീതിയിലാണ്. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പഴമക്കാർ പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തങ്ങൾപ്പാറ എന്ന പേര് അറിയപ്പെടുന്നു. അവരുപയോഗിച്ചൊരു കല്ലായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ എത്ര നാളായി തങ്ങൾപ്പാറയിലായിട്ട്? ഏകദേശം 10 വർഷം കഴിഞ്ഞു. 10 വർഷമായിട്ട്. മുമ്പ്
ഉസ്താദിന്റെ സ്വദേശം നാട് മലപ്പുറം മലപ്പുറത്താണ്. മലപ്പുറത്ത് എവിടെ? വളാഞ്ചേരി. വളാഞ്ചേരിയിൽ. ഈ ശരിക്കും ഈ തങ്ങൾപ്പാറ ഏത് ജുമാ മസ്ജിദിന്റെ കീഴിലാണ്? ഇത് ബദരിയ മുസ്ലിം ജമാഅത്ത് ഏന്തയാർ കൂട്ടിക്കൽ പഞ്ചായത്ത്. ഈ താഴെ കാണുന്ന പ്രദേശം? താഴെ കാണുന്ന പ്രദേശം കൂട്ടിക്കൽ. നമ്മളിപ്പോ നിൽക്കുന്നതും ഓൾറെഡി കോട്ടയം ജില്ലയിലാണ്, കൂട്ടിക്കൽ ഇത് പഞ്ചായത്ത്. കോട്ടയം ജില്ലയാണ്? ഇത് കോട്ടയം ജില്ലയാണ്. ഞാനത് ഏലപ്പാറ തൊട്ട് ഇതാണ് പഞ്ചായത്ത്. ഈ റോഡിനപ്പുറം മൊത്തം ഇടുക്കിയാണ്. ഇടുക്കിയാണ്. ഇതിന് തൊട്ടപ്പുറം കാണുന്നത് ഇടുക്കിയാണ്. ഇത് ബോർഡറാണ്. ഓ, ഇത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് പൂഞ്ഞാർ നിയോജക മണ്ഡലം. അതിൽ ഏന്തയാർ പറയുന്ന പ്രദേശത്തുള്ള പള്ളിയുടെ ബദരിയ മുസ്ലിം ജമാഅത്തിന്റെ കീഴിലാണ് ഇത് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദേ, ഈ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും സൂഫി വര്യനായതുകൊണ്ട് അദ്ദേഹം എഴുതാനും നല്ല പ്രഭാഷകനും ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള കഴിവുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരുപാട് എഴുതിയിട്ടുണ്ടാവും. ഒരുപാട് ആധ്യാത്മിക മേഖലയിൽ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയവരാണ്. അഥവാ അജ്മീർ ഖാജ തങ്ങളിൽ നിന്ന് തന്നെ ത്വരീഖത്ത് വാങ്ങിയ ആളാണ്. അവരുടെ പ്രധാന ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി, അതുപോലെ ഇമാം ചിശ്തി സ്വാബിരി എന്ന് പറയുന്ന മഹാനൊക്കെ. അതുപോലെ ആയിരക്കണക്കായ ശിഷ്യന്മാർ, ആ നിലയിൽ ഉയർന്ന ശിഷ്യന്മാർ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ കുട്ടിക്കാലത്ത് നമ്മളിപ്പം ഏതൊരു മതാചാര്യൻ അല്ലെങ്കിൽ ഏതൊരു സാമൂഹ്യ പ്രവർത്തനാകട്ടെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മേഖലപ്പെടുത്തിക്കുന്നതാകട്ടെ, വലിയ വലിയ ആളുകളെല്ലാം അവരുടെ കുട്ടിക്കാലത്ത് ഏറെ പ്രത്യേകതകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വായിച്ചറിഞ്ഞ ഓരോരുത്തർക്കും ഉണ്ടാവാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുട്ടിക്കാലത്തോ അദ്ദേഹത്തിന്റെ ഒരു ജീവിതകാലത്തോ അദ്ദേഹത്തിന്റെയൊക്കെ ഒരു നമുക്ക് ഈ ആശ്ചര്യം തോന്നിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത്, അവരുടെ കുട്ടിക്കാലത്ത് അവരോട് ഉമ്മ നിസ്കരിക്കാൻ പറയും. ഐ മീൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. ഈ നിസ്കരിക്കാൻ പറയുമ്പോൾ കുട്ടി ഉമ്മാനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട്: നിസ്കരിച്ചാൽ എന്ത് കിട്ടും? എന്തെങ്കിലും കാര്യം ചെയ്താൽ ബെനിഫിറ്റ് വേണമല്ലോ. അപ്പോൾ ഉമ്മ പറയും നിസ്കരിച്ചാൽ ശർക്കര അഥവാ മധുരം കിട്ടുമെന്ന് പറയും. നിസ്കരിക്കുന്നതിന് മുമ്പ് ഉമ്മ മുസല്ലക്കടിയിൽ ആ മധുരം കൊണ്ടുവച്ച് കൊടുക്കും. നിസ്കാരം കഴിഞ്ഞാൽ കുഞ്ഞാടുത്ത് ഭക്ഷിക്കുകയും ചെയ്യും. ഇതൊരു പതിവായിരുന്നു. ഒരവസരം ഉമ്മ വെക്കാൻ മറക്കുന്നുണ്ട്. ആ മറന്ന അവസരത്തിൽ ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്: പടച്ചോനെ, എന്നെയും കുഞ്ഞിനെയും വഷളാക്കരുത്. നിസ്കാരം കഴിഞ്ഞാൽ മധുരം അവിടെ കിട്ടിയിരിക്കണം, അതുകൊണ്ട് വഷളാക്കരുത് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാർത്ഥന കാരണം നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മ വെക്കാതെ തന്നെ മധുരം കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അത് പിന്നീട് പള്ളികളിലൊക്കെ ജമാഅത്തായി അഥവാ കൂട്ടായ നിസ്കാരം പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അവിടെ നിന്നും കിട്ടുമായിരുന്നത് പതിവായി. അതുകൊണ്ടാണ് ഈ ഫരീദ് ഔലിയ ഉപ്പാപ്പയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മധുരം പ്രധാനമാണ്. മധുരമാണ് ഇവിടെ മധുരം. ഇവിടെ ആര് വന്നാലും നമ്മൾ മധുരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പായയുടെ അടിയിൽ നിന്ന് മധുരം കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ നിലവിലെ ഗ്രൗണ്ടിൽ നിന്ന് 1 കിലോമീറ്ററിന് മുകളിൽ നടക്കാനുണ്ട് ഈ തങ്ങൾപ്പാറ മക്കാമിലെത്താൻ. ഇവിടുത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം അങ്ങനെ എന്തെങ്കിലും? ഇവിടെ പ്രധാനം ഉറൂസ് നടക്കാറുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് നടക്കാറുള്ളത്. അതുപോലെ എല്ലാ മാസവും പ്രാർത്ഥന നടക്കാറുണ്ട്. ഇംഗ്ലീഷ് മാസം അവസാനത്തെ ഞായറാഴ്ച ഒരു പകല് 11:30 മണി തുടങ്ങിക്കഴിഞ്ഞാൽ 1 മണി 1:10 തീരും. ശേഷം ആരൊക്കെ ഗ്രൗണ്ടിലുണ്ടോ അവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുകയും ചെയ്യും, അന്നദാനം. അതുപോലെ പ്രധാനപ്പെട്ട കാര്യം ഉസ്താദും അതുപോലെ ഇവിടുത്തെ നടത്തിപ്പുകാരും പറഞ്ഞൊരു കാര്യം, ഇതിനൊരു സമയമുണ്ട് അല്ലേ നമ്മൾ അവിടെ നിൽക്കുന്നതിനും ഇറങ്ങുന്നതിനും? തീർച്ചയായിട്ടും. രാവിലെ 8 മണി 8 AM രാവിലെ 8 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 4:30 അതാണ് ഇതിൻ്റെ വർക്കിംഗ് സമയം എന്ന് പറയുന്നത്. ഇത്രയും ഹൈറ്റ് കൂടിയത് കൊണ്ട് മണ്ണുകൾ കുറവാണ്, പാറ കൂടുതലാണ്. അപ്പോൾ എർത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഹൈറ്റിൽ നിൽക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കാനുള്ളത് കൊണ്ടാണ് സമയങ്ങൾ വെച്ചതും അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഉസ്താദെ, വളരെ സന്തോഷം ഞങ്ങളുടെ ഹെറിറ്റേജ് വൈസിന്റെ ഭാഗമായതിൽ. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. നന്ദി ഉസ്താദ്. ഇനിയും കാണാം ഉസ്താദ്. അതെ, തങ്ങൾപ്പാറിലെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി എങ്ങോട്ടാ? നമ്മൾ നെടുങ്കണ്ടത്തേക്കാ. എന്തിനാ? ഒരു രുചിയുമായിട്ടൊരു അതിഥി കാത്തിരിപ്പുണ്ട്, അങ്ങോട്ട് പോവാം.
ഏറെ പ്രസിദ്ധമായിട്ടുള്ള തങ്ങൾപാറയിലെ ആ സൂഫി വര്യനെ കുറിച്ചും തങ്ങൾപാറയെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞു അല്ലേ. എന്തൊരു മലകയറ്റമായിരുന്നു, ഇറക്കമായിരുന്നു. ഞാൻ ആകെ ക്ഷീണിച്ചു. അപ്പൊ അവിടുന്ന് നമ്മൾ യാത്ര തിരിച്ച് ഏലപ്പാറ കടന്ന്, കട്ടപ്പന കടന്ന്, നെടുങ്കണ്ടം കടന്ന് കൈലാസപ്പാറയിലാണ് കേട്ടോ ഇപ്പൊ എത്തിയിരിക്കുന്നത്. നെടുങ്കണ്ടത്തെ കൈലാസപ്പാറയിൽ ഇത് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ആന്റി, നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു മുഖസാദൃശ്യമൊക്കെ ഇല്ലേ. ഇതെന്റെ സ്വന്തം ആന്റിയാണ് കേട്ടോ, എന്റെ അച്ഛന്റെ പെങ്ങളാണ്. ആന്റി, അയ്യോ എനിക്കാണ് ടെൻഷൻ. ആന്റിയുടെ അടുത്താണ്. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ കാഷ്വലായിട്ടൊക്കെ പറഞ്ഞു പോയാൽ മതി. ആന്റി, എന്റെ പുത്രൻ. എന്റെ നമ്മളെ ഹെറിറ്റേജ് വൈസ് ആന്റി കാണാറുള്ളതാ. ഓരോ സമയത്തും വിളിച്ച് അഭിപ്രായങ്ങൾ പറയും. അപ്പം ഇപ്രാവശ്യം ആന്റിയോട് ചോദിച്ചു, ആന്റി എന്താ ഇടുക്കിയുടെ ഒരു ഫുഡ് വേണമല്ലോ, കാര്യം തങ്ങൾപ്പാറയിലാണ് പോയത്, ഏറെ പ്രസിദ്ധമാണല്ലോ, ആന്റിയും കേട്ടിട്ടുണ്ടാവും. ആന്റി പറഞ്ഞ എന്നോട്. അപ്പൊ ഏതാ നമുക്കിന്ന് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന, പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഡിഷ്? ഇവിടെ സുലഭമായിട്ടുള്ള ഒരു സാധനങ്ങളാണ് ചക്ക, മാങ്ങ. നമ്മുടെ അവിടെ ഉണ്ടല്ലോ. ഇവിടെ എന്നാലും പണ്ടേ ഇവിടെ കുടിയേറിയവർക്ക്, പിന്നെ കോട്ടയം അങ്ങനെ ഇങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ വന്നവർക്ക് ഈ ചക്കക്കുരു മാങ്ങ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ചക്കക്കുരു മാങ്ങ കൊണ്ടുള്ള ഒരു ഡിഷാണ്. പേരെന്തായിരിക്കും? ചക്കക്കുരു മാങ്ങ ചാറെന്നാ പറയുന്നത്. മാങ്ങാച്ചാറെന്നാ, മാങ്ങ കറിന്നും പറയുമായിരിക്കും, കറിന്നും പറയും. ഓക്കെ, അപ്പൊ അതാണ്. അപ്പം ഇവിടെ എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്? അതിന്റെ തയ്യാറാക്കി കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാന് താമസമാണല്ലോ എന്നോർത്ത്, ഇത് ചക്കക്കുരു മാങ്ങ, നമ്മുടെ നാടൻ മാങ്ങ, പുളിയുള്ള മാങ്ങ. അത് ചക്കക്കുരു സൗകര്യം പോലെ നടുവേ മുറിക്കോ നാലായിട്ട് കീറിയോ ഇട്ട് ഈ മാങ്ങായും കൂടി ഇട്ട് പിന്നെ കുക്കറിനകത്തോ വെച്ച് വേവിക്കണം. ഒരുമിച്ചാണ് വേവിക്കേണ്ടത്? ഒരുമിച്ചിട്ട് വേവിക്കുക. അതിന്റെ കൂടെ മഞ്ഞൾപ്പൊടി, പിന്നെ പച്ചമുളക് കീറിയിടണം, ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിക്കണം. അതാണ് ഇത്. പിന്നെ അത് കറിവേപ്പില കാണുന്നു. ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഓ, ഓക്കേ. ഇത് ഓക്കേ. അപ്പൊ മാങ്ങ കാണാനില്ല, ചക്കക്കുരു മാത്രം പുറത്ത് കാണുന്നു. ചക്കക്കുരു മാത്രമേ കാണുന്നുള്ളൂ. ഓക്കേ. പിന്നെ അപ്പം അതിനകത്ത് മഞ്ഞളുണ്ട്, ഉപ്പുണ്ട്, പച്ചമുളക് കീറിയിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഓക്കേ. പിന്നെ അതിന് അരയ്ക്കാനായിട്ടുള്ള ഇതാണ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയുമാണ്. നമ്മളിപ്പോ എത്ര മാങ്ങ, എത്ര ചക്കക്കുരു ഏകദേശം എടുത്തിട്ടുണ്ടാവും? അത് അവനവന്റെ വീട്ടില് ഒരു പരുവം അങ്ങനെ എടുത്താൽ മതി. ഒരു അരത്തേങ്ങയുണ്ടോ? ഒരു അരത്തേങ്ങയൊക്കെ ആയിരിക്കും. പിന്നെ അതിന് പുളി, ചിലർക്ക് കൂടുതലായിട്ട് പുളി വേണം, ചിലർക്ക് കുറച്ച് പുളി മതി. അതിനനുസരിച്ച് മാങ്ങ ചേർക്കണം. ഈ അരപ്പാണിത്. ഇനിയും അടുത്ത നടപടി, പാനടുപ്പേ വെച്ച് ഇതൊഴിക്കുന്നു. നമ്മൾ തയ്യാറാക്കിയ കുക്കറിലിട്ട് വേവിച്ച ചക്കക്കുരു മാങ്ങയും കൂടെ ചേർത്ത ആ ഒരു മിക്സ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നു. ഈ അരപ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കുവാണ്. തേങ്ങ മസ്റ്റാണ് അല്ലേ? തേങ്ങ മസ്റ്റാണ്. ഇതിനകത്ത് ഈ ചക്കക്കുരു മാങ്ങയും മാത്രമാണോ? മുരിങ്ങയ്ക്കായിട്ട് ചിലർ വെക്കും. പിന്നെ ചിലര് ഈ ഉണക്കമീന്, ചെമ്മീനോ അല്ലെങ്കിൽ ഈ കൂരി എന്നൊക്കെ പറയുന്ന കൂരി, അങ്ങനത്തെ ഉണക്കക്കൂരി, അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ചക്കക്കുരു മാങ്ങ വെക്കാറുണ്ട്. ഇത് ചിലപ്പോൾ ഒരിച്ചിരി ഉപ്പൂടെ വേണ്ടി വരും. അതിന് ഞാൻ ഒരിച്ചിരി ഉപ്പും കൂടെ ചേർക്കുവാണ്. ഇതിപ്പം തിളയ്ക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇനി കടുക് വറുക്കാനായിട്ട് നമുക്ക് കടുക് വറുക്കലാണല്ലേ? കടുക് വറുക്കാനായിട്ട് ഉള്ളി, ഒരു വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. കടുവത്തപ്പം നല്ല മണം. അതിന് ഇതിനകത്തോട്ട് താളിക്കുവാണ് ഒഴിക്കുക അല്ലേ? അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ട് വയ്ക്കാം, നമുക്ക് ഒഴിക്കാൻ എടുക്കും.
ഇനി ഇത് ചൂടാക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചക്കക്കുരു മാങ്ങാക്കറിയാണ്. ഈ മാങ്ങാക്കറിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വല്ല മുരിങ്ങയ്ക്കയോ ഉണക്കമീനോ ഒക്കെ ചേർക്കാം. ഇതേ നമ്മൾ കടുക് താളിച്ചിരിക്കുകയാണ്. ഇളക്കണോ ആൻറ്റി? ഇളക്കിക്കോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. ചക്കക്കുരു മാങ്ങാക്കറി ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ. നമ്മള് നാട്ടിൽ നമ്മൾ തിരുലാക്കാരാണല്ലോ, ഇങ്ങോട്ട് കെട്ടിച്ചു വന്നപ്പോഴേ ഇതൊക്കെ ഇവിടുന്ന് പഠിക്കണല്ലോ, ഇവിടുത്തെ പഠിച്ചാ. അപ്പം റെഡിയായി അല്ലേ? അപ്പം ഞാനേ ഒരു കാര്യം ചെയ്യാം, ഇവിടോട്ട് കെട്ടി വന്നതാണല്ലോ, അപ്പൊ ഇത് രുചിക്കാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അങ്കിളിനെ തന്നെ വിളിക്കാം. ജോയ് അങ്കിളാണ്, അങ്കിളുടെ പേര് ജോയ് എന്നാണ്, ജോയ് അങ്കിൾ. അപ്പൊ അങ്കിളിനെ വിളിക്കാണ്. ജോയ് അങ്കിളെ വാ, ഇതാണ് ജോയ് അങ്കിള്. ഇതാണ് ജോയ് അങ്കിള്. ജോയ് അങ്കിളെ, അപ്പൊ നമ്മുടെ ആന്റി ഉണ്ടാക്കി, അപ്പൊ ഇവിടെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തായിരിക്കുമല്ലോ, അപ്പൊ പഠിച്ചെടുത്തായിരിക്കുമല്ലോ. അപ്പൊ ഇത് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് ഞാൻ രുചിച്ച് നോക്കാം. ജോയ് അങ്കിൾ ഒന്ന് രുചിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം പ്രേക്ഷകർ. സത്യസന്ധമായിട്ട് പറയണം. സൂപ്പർ ആയിട്ടിരിക്കുന്നു, അടിപൊളി. ഇത് കോംപ്ലിമെന്റ് കേട്ടോ. അപ്പൊ അതേ ഞാനും ഒന്ന് ചോദിച്ചോക്കെ അല്ലേ, ആവശ്യത്തിന് പുളിയും എല്ലാം ഉണ്ട്. അപ്പം ഞാനോടൊന്ന് കഴിച്ചു നോക്കാണ്. നിങ്ങൾ പറഞ്ഞ പോലെ കയ്യിൽ ഒഴിച്ച് തന്നെ കഴിക്കാം, അതിനാണ് വേറൊരു ടേസ്റ്റ്. സൂപ്പർ. ജോയങ്കൾ പറഞ്ഞ പോലെ തന്നെ പാകത്തിന് പുളി, പാകത്തിന് ഉപ്പ്, എല്ലാ ചേരുവകളും പാകത്തിന്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. അതിൻ്റെ ഇനി വീട്ടിൽ വരുമ്പോൾ, തിരുവല്ലയ്ക്ക് വരുമ്പോൾ എനിക്കത് ഉണ്ടാക്കി തരണം. അപ്പം ഇന്നത്തെ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്പെഷ്യലായെന്ന് വിചാരിക്കുന്ന കാര്യം, നമ്മൾ തങ്ങൾപ്പാറയെക്കുറിച്ച്, വാഗമണിലെ തങ്ങൾപ്പാറയെക്കുറിച്ച് അറിഞ്ഞു, തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ച്, അവിടുത്തെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ അറിഞ്ഞു. അതുപോലെ തന്നെ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ അല്ലേ, അവർക്കത് വേണം. ചക്കക്കുരു മാങ്ങാക്കറി നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ചരിത്ര വിശേഷങ്ങളും വിശ്വാസ പാരമ്പര്യങ്ങളും ഒക്കെ തേടി നമ്മൾ പൈതൃകങ്ങൾ തേടി പോവുകയാണ്, അതിൻ്റെ കൂടെ രുചിയും. അപ്പോൾ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.